BSNL മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജീവനക്കാർ ധർണ നടത്തി. യൂണിയനുകളായ BSNL EU, AIBDPA, BSNL, CCWF എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കുക, BSNL 4G, 5G സേവനങ്ങൾ ഉടൻ ആരംഭിക്കുക, രണ്ടാം VRS നീക്കം ഉപേക്ഷിക്കുക, കാഷ്വൽ കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ഇവിടെ 2007 ശേഷം BSNL മേഖലയിൽ ഒരു തരത്തിലുള്ള വികസനവും നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇവിടെ 2G, 3G, 4G, ഇപ്പൊ 5G, ഇന്നിപ്പോ എല്ലാ സ്വകാര്യ ടെലികോം കമ്പനികളും 5Gയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മളെവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ 3Gയിൽ. ആ 3G എന്ന് പറയുന്നത് പോലും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ 50%-ലധികം 3G കടന്നിട്ടില്ല. അപ്പൊ ആരാണ് ഉത്തരവാദി? ഈ സ്ഥാപനം വളരണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ ടെലികോം കമ്പനികളോട് മത്സരിക്കാൻ ഇവിടെയുള്ള എല്ലാവരും തയ്യാറാണ്. എന്നാൽ ഗവൺമെന്റ് ആ മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവം നമുക്ക് തരുന്നില്ല. ആ വിഭവമാണ് BSNLിലെ വികസനം. നമ്മൾ പറഞ്ഞതാ, നമ്മുടെ കൈവശമുള്ള 49,300 ടവറുകൾ 4G ആയി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന ടവറുകളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ 49,300 ടവറുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇവിടെ 4G സേവനം ആരംഭിക്കണം. ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് സ്പെക്ട്രം തന്നിട്ടുണ്ട്, ആ സ്പെക്ട്രം വെച്ച് തൽക്കാലം അവിടെ ഇരുന്നാൽ മതി. ഈ 49,300 ടവറുകൾ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പകരം ഞങ്ങൾ വീണ്ടും ടെൻഡർ വിളിക്കാൻ പോകുന്നു. ധർണാ സമരം LIC എംപ്ലോയീസ് യൂണിയൻ സോണൽ നേതാവ് IK ബിജു ഉദ്ഘാടനം ചെയ്തു. VAN നമ്പൂതിരി, M വിജയകുമാർ, സന്തോഷ് കുമാർ PP, A പുരുഷോത്തമൻ, CK വിജയൻ, KV ജയരാജൻ, രേഖ K, ബാലൻ പുനശ്ശേരി, K സുനിൽകുമാർ, S ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.